ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഇന്ത്യൻ സിറ്റിസൻസിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡൻസിന് എങ്ങനെ FTMO അക്കൗണ്ട് എടുത്ത് അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞത് ഹൈലി റിസ്കബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടാണ്, അല്ലാതെ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ആയിട്ടില്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടുതലായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് ആരും എടുക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. FTMO ഇന്ത്യൻ ക്ലയൻസിന് 2023 മാർച്ച് മുതൽ ഇന്ത്യയിലുള്ള എല്ലാ ക്ലയൻസിനും സർവീസസ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഒരു ഇന്ത്യൻ റെസിഡൻസിന് അല്ലാതെ ഇന്ത്യൻ ക്ലയൻസിന് എങ്ങനെ FTMO എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പ്രൂഫുകളാണ് അവർ ചോദിക്കുക. ഒന്ന് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും ഒന്ന് പ്രൂഫ് ഓഫ് അഡ്രസ്സും. അപ്പോൾ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമുക്ക് പാസ്പോർട്ടൊക്കെ വെക്കാൻ പറ്റും. പ്രൂഫ് ഓഫ് അഡ്രസ്സായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരു അഡ്രസ്സ് വെക്കണം നമ്മൾ. അതായത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ്സ് നമുക്ക് FTMOക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് FTMOയുടെ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുപാടി വിശദമായിട്ട് പറയാം. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് പാസ്പോർട്ട് വെക്കാൻ പറ്റും. പ്രൂഫ് ഓഫ് അഡ്രസ്സ് ആയിട്ടാണ് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരു റെസിഡൻഷ്യൽ അഡ്രസ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഇപ്പം നിങ്ങൾ മുന്നേ ഏതെങ്കിലും കൺട്രിയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അത് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ആ റെസിഡൻഷ്യൽ അഡ്രസ്സ് അവർക്ക് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തത്. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് പാസ്പോർട്ടും പ്രൂഫ് ഓഫ് അഡ്രസ്സ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റുമാണ് ഞാൻ വെച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ FTMOൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക? അതായത് ഇന്ത്യയിൽ ഇവരുടെ എല്ലാ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ നമ്മൾ VPS എടുക്കണം. വിർച്വൽ പ്രൈവറ്റ് സെർവറിനെ പറ്റി എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഏറെക്കുറെ ട്രേഡിങ്ങിന് പലരും ബോട്ടും കപ്പലൊക്കെ ഏറ്റേക്കാരം വരിക. അപ്പോൾ ഈ ബോട്ടിനെ കുറിച്ചൊക്കെ ചെയ്തതിലൊക്കെ അധികം ആളുകളും ഈ എക്സ്പെർട്ട് അഡ്വൈസേഴ്സും ബോട്ടും കാര്യങ്ങളൊക്കെ ഓട്ടാൻ വേണ്ടിയിട്ട് ഈ VPS എടുക്കുന്നത് നിങ്ങൾക്ക് കലങ്ങുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ VPSനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾക്ക് VPSനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. ഞാൻ VPSനെ കുറിച്ച്, അതുപോലെ വിർച്വൽ പ്രൈവറ്റ് സെർവറിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു VPS ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരു രാജ്യത്ത് നമ്മളൊരു കമ്പ്യൂട്ടർ അത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മളത് മാനേജ് ചെയ്യും. ചിലപ്പോൾ മൊബൈലാവാം, ചിലപ്പോൾ കമ്പ്യൂട്ടർ ആവാം, എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളത് മാനേജ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരു VPS സെർവർ എടുക്കുന്നത്, അതിപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആവരുത്. അതുപോലെ തന്നെ US ജിയോ ലൊക്കേഷൻസ് ഒരിക്കലും ആവരുത്. USനൊക്കെ റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുള്ളതാണ് FTMO. അതുകൊണ്ട് ഒരിക്കലും USൻ്റെ ഏരിയ ഒന്നുള്ള സെർവർ എടുക്കരുതായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തതിന് ശേഷം നമുക്ക് അതിൽ മെറ്റഡോർ 5 ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ, അതായത് ഇന്ത്യൻ മൊബൈലിലൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ഈ VPSും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ അവരോട് ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ അവർ ഓക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ ഇല്ലാത്ത കേസാണ്. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റഡോർ 5 നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ ഇഷ്യൂ ഒന്നുമില്ല. അതിൽ എൻ്റെ phase 1 phase 2 ഒക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ചെയ്ത് അതിൽ വിഡ്രോയിലൊക്കെ അവർ തന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൂഫ് വെച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിർച്വൽ പ്രൈവറ്റ് സെർവർ ഫ്രീ ആയിട്ട് AWSൻ്റെ സെർവർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി വരും കാലം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഷാഹിനാണ്. അപ്പോൾ അവനോടുള്ള ഒരു നന്ദിപാടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുക. അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു AWSൻ്റെ ഒരു സെർവർ എടുത്തത്. എനിക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഏറെക്കുറെ ഒരു 6 months 7 months അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. AWSൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. ആരും പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യട്ടെ. അതായത് നല്ല കോൺഫിഗറേഷന് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ഓക്കെയാണ്. അതായത് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് വെബ്സൈറ്റ് ആക്സസ് ചെയ്താൽ തന്നെ എനിക്ക്
മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ ചെയ്തത് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്ത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്ത് ചോദിക്കാം. ഞാൻ ഇതുപോലെ വല്ല വീഡിയോ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.